നെതന്യാഹുവിനെ പോലുള്ള ആൾക്കാരാണ് ലോകത്തുള്ളത്. ജനിച്ച കുഞ്ഞിന്റെ മോളില് കണ്ണ് തുറക്കാൻ പോകുന്ന കുട്ടിയുടെ മോളില് ബോംബിടും. ഇസ്രായേലാണോ ശരി, അമേരിക്കയാണോ ശരി, ഇറാനാണോ ശരി എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കും. ഒരു കൊച്ചു കുഞ്ഞിന് പോലും അസംബന്ധം എന്ന് വിചാരിക്കാവുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവരൂപം അല്ല ഞാൻ വാർത്തത്, നിന്റെ രൂപമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ വളരെ ദുർബലനായിട്ടുള്ള ജീവിയാണ്. അവസാനം ഈ ബുദ്ധിമാന്മാരൊക്കെ കൂടി തീരുമാനിക്കുന്നു, നമുക്ക് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്ന അന്തിമ പരിഹാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാം. ഇവരെ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം കൊന്നുകളയാം. നമ്മള് കന്നുകാലികളെ പറ്റി ഒക്കെ പറയുന്ന പോലെ. ഐക്യമാൻ അവിടുന്ന് വേറെ പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി കള്ളപ്പേരൊക്കെ സ്വീകരിച്ച് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് അർജന്റീനയിൽ പോയിട്ട് ഒരു സാധാരണ തൊഴിലാളിയായിട്ട് ജീവിക്കുകയാണ്. പിന്നെ ഞാൻ കൊന്നു എന്നുള്ളതല്ലേ? ഞാനല്ല കൊന്നത്. എനിക്ക് ശമ്പളം തരുന്ന വ്യവസ്ഥ പറഞ്ഞു കൊല്ലാൻ പറഞ്ഞു. ഞാൻ കൊന്നു. ഇങ്ങനെ വയലൻസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ക്രൂരത എന്ന് പറയുന്നത് എല്ലാവരും ആനന്ദിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഈ സംസ്കാരം മുഴുവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങള് സിനിമ പോയി കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ വയലൻസ് കാണാം. പത്രം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വയലൻസ് കാണാം. ടിവി കണ്ടിട്ട് വെച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ വയലൻസ് കാണാം. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാല് പലതരത്തിലുള്ള വയലൻസ് കാണാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ വെർബൽ വയലൻസ് ഉപയോഗിക്കുന്നതില് വെർബലി കൈകൊണ്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആ, ആ, ആരെങ്കിലും എഴുതിയാല് ആദ്യം വായിൽ വരുന്ന വാചകം എന്ന് പറഞ്ഞാൽ ഊളയെന്നോ അല്ലെങ്കിൽ നമ്മള് ഇന്നലെ വരെ ഒരാളെ വിളിക്കാൻ അങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലാതിരുന്ന അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് ഏറ്റവും ആദ്യം നമ്മുടെ വായിൽ വരുന്നതെന്ന് കാണാൻ പറ്റും. ആ തരത്തിൽ നമ്മൾ വയലന്റ് ആയിട്ടുണ്ട്. നമ്മളെ മനുഷ്യ കുലം തന്നെ വയലൻസിനെ വലിയ തരത്തിൽ ആവാഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വയലന്റ് ആയ മനുഷ്യർ ആണ് അപ്പുറത്ത് നോക്കുമ്പോ ആ വയലന്റ് ആയ മനുഷ്യരുടെ നേതാക്കൾ പോയിട്ട് ബോംബ് എറിയുന്നു, കൊല്ലുന്നു, മനുഷ്യരെ തമ്മില് മനുഷ്യരെ ഈച്ചകളെ പോലെ ഗൗനിക്കാതെ ദൂരേക്ക് വലിച്ചെറിയുന്നു. സിവിലിയൻസിനെ വെറുതെ നടന്നു പോകുന്ന മനുഷ്യന്റെ മുകളിൽ അറിയാത്ത മനുഷ്യരാണ് ബോംബിടുന്നു, കൊല്ലുന്നു. ഈ ഈ ചരിത്രം എവിടെ തീരും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ തീരും എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ മറുവശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യരും യുദ്ധം ഇഷ്ടപ്പെടാത്തവരാണ്. അതിനാണ് മഹാഭൂരിപക്ഷം. ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഇതിനെതിരാണ്. യുദ്ധത്തിനെതിരാണ്, വയലൻസിനെതിരാണ്, ഈ സ്ട്രക്ചറൽ വയലൻസിനെതിരാണ്. വേറൊരു കുലത്തിലെ ആളെ ആ കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് വധ്യനാണെന്ന് പറയുന്ന ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും അത് തെറ്റാണെന്ന് അറിയാം. ഇങ്ങനെ മഹാഭൂരിപക്ഷത്തിന് ഈ മനുഷ്യരുടെ ഈ തരത്തിലുള്ള പ്രത്യാശയിൽ വിശ്വാസമുണ്ട്. എന്നിട്ടും ലോകം വയലന്റ് ആയിക്കൊണ്ടിരിക്കുന്നു, വയലൻസിനെ വാഴ്ത്തുന്നു, വയലൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളെ വിജയിപ്പിക്കുന്നു. ആ നേതാവ് മുഴക്കുന്ന വിഡ്ഢിത്തരത്തിനും ക്രൗര്യത്തിനും കൈയടിക്കുന്ന മനുഷ്യരായിട്ട് സ്വയം മാറുന്നു. ഇങ്ങനെ ഒരു സെനോറിയലാണ് കവിത എന്തു ചെയ്തു നമ്മൾ ആലോചിക്കേണ്ടത്. കുമാരനാശാൻ എന്തുകൊണ്ടാണ് സ്നേഹത്തെ പറ്റി സംസാരിച്ചതെന്ന് നമ്മൾ അറിയണം. ആ സ്നേഹത്തെ പറ്റി സംസാരിച്ചത് സ്നേഹം എന്ന് പറയുന്നത് ഒരു വലിയ മൂല്യമാണെന്ന് ഏതെങ്കിലും മേട്ടി വായിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് കേരളത്തെ പോലെ അന്ന് ജാതി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ജെൻഡർ ഇൻഇക്വാലിറ്റി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നായരും നമ്പൂതിരിയും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആണും പെണ്ണും ഒക്കെയാണ്. നിങ്ങളല്ലാതെ മനുഷ്യരല്ല, കേരളീയരല്ല. ആ കേരളീയർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം, ഓരോരുത്തരെ എത്തിക്കണം. ഞാൻ ആദ്യം കേരളീയനാണ്, അത് കഴിഞ്ഞിട്ടാണ് മുസ്ലിം, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹിന്ദു, അത് കഴിഞ്ഞിട്ടാണ് നായർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടാക്കും മനുഷ്യര്? ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും മനുഷ്യ കണ്ടുപിടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തായ മാനസിക ഗുണത്തിനെ അതിനെ ഉജ്ജീവിപ്പിക്കണം. അങ്ങനെ ലവ് എന്ന് പറയുന്ന ഒരു ആശയത്തിനെ നമ്മളിപ്പോ പ്രേമം എന്ന് പറയുമ്പോ നമ്മള് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ സ്വന്തം ഗ്രാമചരിത്രത്തിലേക്കോ കുടുംബചരിത്രത്തിലേക്കോ ദേശത്തിന്റെ ചരിത്രത്തിലേക്കോ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും റിയാക്ഷണറി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും പ്രേമിക്കുമ്പോ വലിയ തരത്തിലുള്ള സാഹസികതകൾ ചെയ്യും. നമ്മുടെ നാട്ടിൽ മിശ്രവിവാഹം കഴിച്ച ആദ്യത്തെ ആളുകളെ നോക്കിക്കഴിഞ്ഞാല് അവര് പുരോഗമനകാരികളൊന്നും ആയിരിക്കില്ല ചിലപ്പോ. അല്ലെങ്കിൽ അത്തരത്തില്
ഉള്ള ഒരു ആക്ഷൻ ആയിട്ടല്ല. മറിച്ച് ഒരാളോട് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നി. ആ കാര്യം നിർവഹിക്കലാണ് എന്റെ ദൗത്യം എന്ന് തോന്നി. അങ്ങനെ തോന്നുമ്പോ ഇന്നലെ വരെ ഈ പറഞ്ഞ മാതിരി യാഥാസ്ഥിതികനും മാമൂലൊക്കെ പിടിച്ചിരുന്ന ആൾക്കാർ അതൊക്കെ വിട്ട് പോകുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ എനർജിയാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത്. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു പക്ഷേ കുറച്ചുകൂടി നല്ല സ്ഥലമായിട്ട് കേരളം മാറുംന്ന് കുമാരനാശാന് തോന്നിയതിന്റെ അടിസ്ഥാനത്തില് അങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു ആശയത്തെ അദ്ദേഹം ഉദ്ഘോഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉദ്ഘോഷിക്കുമ്പോ അത് രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടം എന്നതിലപ്പുറം അത് നമ്മുടെ ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്ന, അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ കഴിവുള്ള ജീവിയാണെന്നുള്ള അർത്ഥത്തില് പുനർനിർവചിക്കുകയാണ്. അങ്ങനെ നിർവചിക്കുമ്പോഴാണ് ഈ പറയുന്ന തരത്തില് മനുഷ്യർക്ക് വിവേകമൊക്കെ കൈവരുന്നു. നമ്മൾ തുല്യരാണെന്ന് പറയുന്ന ബോധ്യം വരുമ്പോ അപ്പോഴ് സീതയ്ക്ക് ആലോചിക്കാൻ പറ്റും. ഈ രാമൻ എന്നെ എന്താ ചെയ്തതെന്ന് ആലോചിക്കാൻ പറ്റും. അങ്ങനെ ആലോചിക്കാൻ പറ്റുമെങ്കിൽ ഇക്വാലിറ്റിയെ പറ്റിയുള്ള ദർശനം ആദ്യം വരണം. അതുകൊണ്ടാണ് ഈ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞപ്പോ അംബേദ്കർ ആലോചിക്കുന്നത് ഇതിൽ ഏതാണ് വലിയ മൂല്യം എന്ന് ആലോചിക്കുന്നുണ്ട്. സമത്വമാണോ വലിയ മൂല്യം? ഇക്വാളിറ്റി ആണോ? അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഫ്രട്ടേണിറ്റി ആണോ വലിയ മൂല്യം? സാഹോദര്യാണോ വലിയ മൂല്യം? അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണോ വലിയ മൂല്യം? അംബേദ്കർ ആലോചിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ 3 മൂല്യങ്ങൾ ഏതാണ് വലുതെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അംബേദ്കർ ആലോചിക്കുന്നത് സ്വാതന്ത്ര്യം വലിയ മൂല്യമാണ്. ലിബർട്ടി എന്ന് പറയുന്നത് വലിയ മൂല്യമാണ്. നമുക്കറിയാം ഇന്ത്യ സ്വതന്ത്രമായി ആയി എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു പോയിന്റ് ആണ് ഹിസ്റ്ററിയിലെ. അല്ലെങ്കിൽ ഓരോ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നേടി, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നേടി എന്ന് പറഞ്ഞാല് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്താണ്. അല്ലെങ്കിൽ അമ്പലത്തിൽ കയറാൻ പറ്റി എന്ന് പറയുന്നത് വലിയ മുഹൂർത്താണ്. അല്ലെങ്കിൽ ശബരിമല കയറാൻ പറ്റിയില്ല എന്ന് പറയുന്നത് വലിയ അസ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ്. അപ്പം അത്തരത്തിലുള്ള സംഗതിയാണത്. സ്വാതന്ത്ര്യം വലിയ മൂല്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യം അംബേദ്കർ നോക്കുമ്പോ, ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ, ഇന്ത്യയിൽ നോക്കുമ്പോ അദാനിക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. അദാനിക്ക് ഇതിലേ പോകുമ്പോ ആലോചിക്കാം. ഇപ്പൊ കണ്ണൂര് ഇതിലേ പോകുമ്പോ ഈ പ്രദേശത്ത് എനിക്ക് നാളെ ഒരു വ്യവസായശാല കൊണ്ടുവരണം ആലോചന അതിലേ പോയി കഴിഞ്ഞാൽ അയാൾക്ക് അത് നടപ്പിൽ വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അംബാനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ വലിയ ഭരണാധികാരികൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എപ്പോഴും പ്രവർത്തിക്കുന്നത് സമത്വം ഇല്ലാതിരിക്കുമ്പോഴാണ്. അംബേദ്കർ ആലോചിച്ച വഴിയാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യവും സമത്വവും തമ്മില് ഒരു 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 ഡയറക്റ്റ് ആയിട്ടുള്ള നേരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഉള്ളത്. മറിച്ച് സ്വാതന്ത്ര്യം എപ്പോഴും പണക്കാരനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കോ ഏതെങ്കിലും തരത്തില് മുൻഗണനയുള്ള പ്രയോറിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ സ്വാതന്ത്ര്യം പ്രവർത്തിക്കുള്ളൂ. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ എന്ത് ബലി കൊടുക്കപ്പെടുന്നുണ്ട്? സമത്വം എന്ന് പറയുന്നത്, ഇക്വാലിറ്റി എന്ന് പറയുന്ന ആശയം ബലി കൊടുക്കപ്പെടുന്നുണ്ട്. നേരെ തിരിച്ച് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ലിബർട്ടിയും ബലി കൊടുക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ സോവിയറ്റ് റഷ്യ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഇക്വാലിറ്റി നിലനിർത്താൻ വേണ്ടി ലിബർട്ടി എന്ന് പറയുന്ന ഒരു ആശയത്തെ ബലി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ആളുകൾക്കും പല എഴുത്തുകാർക്കും ഗുലാഗിൽ പോകേണ്ടി വന്നത്. ടെനിസനെ പോലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒസിപ്പ് മാൻഡൽ സ്റ്റാമിനെ പോലുള്ള കവിക്കോ താർക്കോസ്കിയെ പോലുള്ള ഒരു ആ, സിനിമാ നിർമ്മാതാവിനോ അവിടെ കിടന്ന് പെടേണ്ടി വന്നു. തന്റെ ആത്മാവ് പണയം വെച്ചിട്ട് അവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. ഇക്വാലിറ്റിയെ പരമപ്രധാനമായിട്ട് കരുതി അതിനുവേണ്ടി ലിബർട്ടി ബലി കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അംബേദ്കർ ആലോചിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ഫ്രട്ടേണിറ്റിയാണ്, സാഹോദര്യാണ്. നിങ്ങള് എൻ്റെ മതത്തിൽ പെട്ടതല്ല. നിങ്ങള് എൻ്റെ പുരുഷ കുലത്തിൽ പെട്ടതല്ല. ഇതിനൊക്കെ അപ്പുറം ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താവുന്ന ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് ഞാൻ നിങ്ങള് എൻ്റെ തന്നെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമായിട്ട് നിങ്ങൾ മാറുന്നത് എന്ന തരത്തിലുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിൽ എങ്ങനെ ആവിഷ്കരിക്കാം? ഒരമ്മ പെറ്റതല്ലെങ്കിലും നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതെന്താണ്? ഒരു 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 മൂല്യം എന്താണ്? എന്നുള്ള ചോദ്യത്തിനാണ് സാഹോദര്യം എന്ന് പറയുന്ന മൂല്യത്തിലെത്തുന്നത്. അങ്ങനെ സാഹോദര്യം ഉണ്ടാവുമ്പോ സമത്വം ഉണ്ടാവും. അല്ലെങ്കിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ അതിന് ആദ്യം ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാഹോദര്യാണ്. സാഹോദര്യം ഇല്ലെങ്കിൽ സമത്വം ഉണ്ടാവില്ല, സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇതാണ് അംബേദ്കർ ഫിലോസഫിക്കലി താൻ തന്നെ എഴുതി വെച്ച കാര്യങ്ങൾ അപഗ്രഥിച്ചപ്പോ ഒരു സമയത്ത് അംബേദ്കർ മനസ്സിലാക്കുന്നത്. ഇതാണ് ആശാനും വേറെ തരത്തില് അത് ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.
എന്ന് പറഞ്ഞാല് ഒരു ഇക്വാളിറ്റിയുടെ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആത്മീയ മൂല്യം വേണം. നിങ്ങൾ ഭരണഘടനയില് കാലത്ത് നോക്കി ഭരണഘടന എഴുതി വെച്ചത് വായിച്ചിട്ടോ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് മുതൽ ഞാൻ താഴത്തിറക്കുമ്പോ ഇതനുസരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ എന്നതുകൊണ്ട് സഹോദര എന്ന് വിളിക്കാന്ന് അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുക. അതിന് ഒരു പുതിയ ആത്മീയ മൂല്യം ഉണ്ടാക്കണം. പുതിയ ആത്മീയത എന്ന് പറഞ്ഞാല് നിങ്ങള് ക്രിസ്ത്യാനിയാണെങ്കില് മുസ്ലിമിനെ വെറുക്കണം. മുസ്ലിം ആണെങ്കില് അല്ലെങ്കിൽ ഹിന്ദു ആണെങ്കില് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒന്നിച്ച് വെറുക്കണം. ജൂതനാണെങ്കില് മുസ്ലിമിനെ വെറുക്കണം. ഇങ്ങനെയുള്ള ഇക്വേഷൻസിന്റെ പുറത്തല്ല. മറിച്ച് നിങ്ങളും ഞാനും വളരെ കൃത്യമായി ഒരു സ്ഥലത്ത് നിൽക്കേണ്ട ആളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് ഞാൻ. എന്റെ കത്തിയെടുത്ത് കുത്തിയാലും വേദനിക്കും, നിങ്ങളെ കുത്തിയാലും വേദനിക്കും. വേദന തുല്യാണെന്ന് അറിയുന്ന സ്ഥലത്ത് നിന്നാണ് ആശാൻ എന്ന് പറയുന്ന കവി ഉണ്ടാവുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളൊക്കെ ഈ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊരു ആത്മീയതയാണ്. എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കലാണ്. എനിക്ക് നിങ്ങളെ വേദന എനിക്ക് ഫിസിക്കലായിട്ട് ഒന്നുമില്ല. മലയാളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ട് ജയശീലന്റെ ജയശീലന്റെ ഒരു ഒരു കവിതയുണ്ട്. ഗോട്ടിമാലയിൽ ഒരു കാലെന്നാണ് ആ കവിതയുടെ പേര്. ആ കവിത പറയുന്നത് ഇപ്പൊ എന്റെ വിരൽത്തുമ്പിൽ നിന്നാണ് സജീര വിരൽത്തുമ്പ് തുടങ്ങുന്നത്. സജീര വിരൽത്തുമ്പിൽ നിന്നാണ് മനോഹരന്റെ വിരൽത്തുമ്പ് തുടങ്ങുന്നത്. അവിടുന്നാണ് സജിയുടെ നമ്മളെല്ലാവരും ഒരു ശരീരമായിരുന്നെങ്കിൽ എന്നെ അടിച്ചാൽ നിങ്ങളൊക്കെ കരയും. കാരണം വേദന എല്ലായിടത്തേക്കും വ്യാപിക്കും. എന്നെ ഇക്കിളിയിട്ടാൽ നിങ്ങൾ എല്ലാവരും ചിരിക്കും. കാരണം എന്താ സന്തോഷവും എല്ലായിടത്തും വ്യാപിക്കും. നമ്മുടെ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. എന്റെ വിരൽത്തുമ്പിൽ ഞാൻ എന്ന് പറയുന്ന ബോധം അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഞാനെ പടർത്തണമെങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്ന എന്റെ വേദന, എന്റെ സുഖം, എന്റെ സന്തോഷം, എന്റെ ദുഃഖം ഈ കാര്യമൊക്കെ മറ്റൊരാളിലേക്ക് പടർത്തണമെങ്കിൽ ഈ ഇല്ലാത്ത ഞരമ്പ് പടലം, ഈ മുറിഞ്ഞു പോയ ഞരമ്പ് പടലത്തെ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്, പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ പുനഃസൃഷ്ടിക്കാൻ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? നമ്മൾ കളിമണ്ണ് പോലെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട്. അത് ഭാഷയാണ്. ഭാഷയിൽ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങള് ശാരീരികമായിട്ട് അനുഭവിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് മാനസികമായിട്ട് അത് അനുഭവിക്കാൻ കഴിയും. ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് തോന്നുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ അർത്ഥത്തിൽ ഭാഷയെ വളരെ സജീവമായിട്ട് ഉപയോഗിക്കുന്ന മീഡിയയാണ് കവിത. വലിയ കവിതകളുടെ മുഴുവൻ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കൊലുബിന്റെ തന്നെ മറ്റൊരു കവിത ടെക്സ്റ്റ് ബുക്ക് ഓഫ് എ ഡെഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ കവിതയുണ്ട്. ഇത് ചെറിയ കവിതയായതുകൊണ്ട് നമുക്കത് ഉദ്ധരിച്ചിട്ട് കഴിയാറായില്ലേ? അവസാനിപ്പിക്കാം. ടെക്സ്റ്റ് ബുക്ക് ഓഫ് എ ഡെഡ് ലാംഗ്വേജ് എന്നാണ് ആ കവിതയുടെ പേര്. മരിച്ച ഒരു ഭാഷയിലെ പാഠപുസ്തകം എന്നാണ് കവിതയുടെ പേര്. ആ ആ ആ കവിത നമ്മളൊക്കെ ഈ ചെറിയ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയുള്ള ഒരു കവിതയാണ്. നമ്മുടെ ചെറിയ കുട്ടികളെ ഇങ്ങനെ ഇതൊരു ആപ്പിളാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രം കാണിച്ച് പഠിപ്പിക്കൂലേ, ഇത് മാങ്ങയാവുന്നു, ഇത് തറയാണ് പറയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ ഒരു ഒരു പാഠപുസ്തകം നോക്കി പഠിപ്പിക്കുന്ന ഒരു ഒരു കവിതയാണത്. അത് തുടങ്ങുന്നത് ഇതേപോലെ കിൻഡർ ഗാർട്ടനിലെ കുട്ടികൾ ഇരിക്കുന്ന ആ ക്ലാസ് റൂം സങ്കല്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കവിത മനസ്സിലാവും. ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണ്. ദിസ് ഈസ് എ ബോയ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിലെ ഒരു ഒരു ആൺകുട്ടിയുടെ ചിത്രം നോക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ദിസ് ഈസ് എ ബോയ്, ദിസ് ഈസ് എ ഗേൾ. ഇത് ആൺകുട്ടിയാവുന്നു, ഇത് പെൺകുട്ടിയാവുന്നു. അടുത്ത പേജ് മറിക്കുമ്പോ ഈ ആൺകുട്ടി ഒരു പൂച്ചയെയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ദ ബോയ് ഹാസ് എ കാറ്റ് പഠിപ്പിക്കുന്നു. ആൺകുട്ടിക്ക് ഒരു പൂച്ചയുണ്ട്. അടുത്ത പേജ് നോക്കി ദ ഗേൾ ഹാസ് എ ഡോഗ്, പെൺകുട്ടിക്ക് ഒരു നായയുണ്ട്. പിന്നെ രണ്ടാളും കൂടിയിട്ട് പന്ത് കളിക്കുന്നതിന്റെ ഒരു ചിത്രം നോക്കിയിട്ട് പറയുന്നു ദ ബോയ് ആൻഡ് ഗേൾ ആർ പ്ലേയിങ് വിത്ത് എ ബോൾ. അത് പറയുന്നു. വേർ ഈസ് ദ ബോൾ റോളിങ്. ഈ തെക്കും കിഴക്കൊക്കെ പഠിപ്പിക്കാനാ, ദിശ പഠിപ്പിക്കാൻ വേണ്ടി അത് ചോദിക്കുന്നു. വേർ ഈസ് ദ ബോൾ റോളിംഗ് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ വാട്ട് കളർ ഈസ് ദ കാറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നീല പച്ചയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വാട്ട് കളർ ഈസ് ദ ഡോഗ് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ മനോഹരമായ മനുഷ്യന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു ജനറേഷനിൽ നിന്നും വേറെ ജനറേഷനിലേക്ക് വിവേകവും അറിവും പകരുന്ന ജൈവികമായിട്ടുള്ള ഒരു സ്ഥലമാണത്. ആ സ്ഥലത്തിനെ എടുത്തിട്ടാണ് ഈ കവിതയുടെ ആദ്യ ഭാഗം എഴുതിയിട്ടുള്ളത്. പിന്നത്തെ ക്വസ്റ്റ്യൻ മാറി തുടങ്ങും. വാട്ട് കളർ ഈസ് ദ ഡോഗും വാട്ട് കളർ ഈസ് ദ കാറ്റൊക്കെ മാറിയിട്ട് അടുത്ത വരി വേർ ഈസ് ദ ബോയ് ബറീഡ്. എവിടെയാണ് ഈ ആൺകുട്ടി അടക്കം ചെയ്തത്? വേർ ഈസ് ദ ഗേൾ ബറീഡ്.
എവിടെയാണ് ഈ പെൺകുട്ടിയെ അടക്കം ചെയ്തത്? റീഡ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻടു ഓൾ ലാംഗ്വേജസ് ആൻഡ് ഓൾ സൈലൻസസ്. നിങ്ങൾ ഇത് വായിക്കുക. ഇതറിയുക. എവിടെയാണ് ഈ പെൺകുട്ടിയെ അടക്കം ചെയ്തതെന്നും ഈ ആൺകുട്ടിയെ അടക്കം ചെയ്തതെന്നും അറിയുക. വായിക്കുക. അത് നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഭാഷയിലേക്കും എല്ലാ നിശബ്ദതയിലേക്കും തർജ്ജമ ചെയ്യുക. റൈറ്റ് വേർ യു യുവർ സെൽഫ് ഈസ് ബറീഡ്. എവിടെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെ ആണ് ഒരു കവിത. ഇത് ഞാൻ വിശദീകരിച്ച് വഷളാക്കേണ്ട കവിതയല്ല, നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ ഇങ്ങനെ കുഴിച്ചിടപ്പെട്ട മനുഷ്യരാണ്. നമ്മളൊക്കെ പുറത്ത് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ, പർച്ചേസിങ് പവർ കൂടുതലുണ്ടെങ്കിൽ വലിയ സ്വതന്ത്രമായിട്ടുള്ള ആളുകളെ പോലെ കാണപ്പെടും. നമുക്ക് പുതിയ കാറ് മേടിക്കാം, പുതിയ പുതിയ സംഭവങ്ങൾ വാങ്ങിക്കാം. ഇതൊക്കെ കൊണ്ട് നമ്മൾ സ്വതന്ത്രരാകുന്ന തെറ്റിദ്ധാരണ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകം പറയുന്ന തരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളായിട്ടൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷെ ആക്ച്വലി നമ്മൾ വൈകുന്നേരം കിടന്നാൻ ഉറങ്ങാൻ നോക്കുമ്പോൾ വേർ യുവർ സെൽഫ് ഈസ് ബറീഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ഈ ലോകത്തെ ഓരോ മനുഷ്യനും ചോദിക്കേണ്ടതാണ്. ഓരോ മനുഷ്യനും, ഓരോ പുരുഷനും, ഓരോ സ്ത്രീയും, ഓരോ മുതിർന്ന ആൾക്കാരും വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ വേർ യുവർ സെൽഫ് ഈസ് ബറീഡ് എന്ന് ചോദിക്കണം. നിങ്ങളുടെ ഈ ദിവസം എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത്? നിങ്ങൾ നിങ്ങളെ തന്നെ എത്ര പ്രാവശ്യം കുഴിച്ചിട്ടു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. ഈ ചോദിക്കേണ്ടി വരുന്നതിന് ഒരു പുതിയ ഒരു ആത്മീയത ഉണ്ടാവണം. ആ പുതിയ ആത്മീയതയാണ് യഥാർത്ഥത്തിൽ കവിത എന്ന് പറയുന്നത്. അതിലൊരു ദൈവം ഇല്ല. അതില് ഇങ്ങനെ ഒരു വലിയ ക്രൂരനായിട്ടുള്ള നിങ്ങളോട് ബലി ആവശ്യപ്പെടുന്ന അങ്ങനെ ദൈവമൊന്നുമില്ല. പക്ഷെ മനസാക്ഷി എന്ന് പറയുന്ന സാധാരണ മനുഷ്യർ പറഞ്ഞ പോലെ മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന ഒരു ആശയം ലോകത്തുണ്ട്. മനുഷ്യപ്പറ്റ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരോടുള്ള പറ്റല്ല. മനുഷ്യർ തമ്മിലുള്ള പറ്റൊന്നുമല്ല മനുഷ്യപ്പറ്റ് എന്ന് പറഞ്ഞാൽ. മനുഷ്യരുടെ പറ്റാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യര് അത് ചുറ്റുമുള്ള ആൾക്കാരോടും ജീവജാലങ്ങളോടും പ്രകൃതിയോടും പ്രപഞ്ചത്തോടൊക്കെ പറ്റി നിൽക്കുന്ന ഒരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് മനുഷ്യപ്പറ്റെന്ന് വിളിക്കുന്നത്. മനുഷ്യരുടെ പറ്റാണ്. അതാണ് മനുഷ്യപ്പറ്റെന്ന് വിളിക്കുന്നത്. മനുഷ്യര് മറ്റുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളോടും ഉണ്ടാക്കുന്ന പറ്റിനെയാണ് മനുഷ്യപ്പറ്റെന്ന് വിളിക്കുന്നത്. അല്ലാതെ മനുഷ്യര് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു പറ്റ് മാത്രമല്ല അത്. അതറിയാവുന്ന ഒരേ ഒരു മാധ്യമം എന്ന് പറയുന്നത്, ഇത്ര ആഴത്തിൽ അറിയാവുന്ന ഒരേ ഒരു മാധ്യമം എന്ന് പറയുന്നത് സാഹിത്യമാണ്. സാഹിത്യത്തിൽ തന്നെ സവിശേഷമായിട്ട് കവിതയാണ്. ഞാൻ കവിതയൊക്കെ ചൊല്ലണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി. സാരമില്ല, ലോകത്ത് ഇപ്പൊ ഞാൻ ചൊല്ലിയില്ലെങ്കിൽ ഒരുപാട് കവിതകൾ നിങ്ങൾക്കൊന്ന് തെരഞ്ഞാൽ കിട്ടും. ആ തെരഞ്ഞാൽ കിട്ടുന്ന ഒരു കവിത ഒരു ദിവസം ഒരു കവിതയെങ്കിലും വലിയ അല്ലെങ്കിൽ ഒരു നല്ല കവിതയെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. അത് വലിയ ആരോഗ്യം ഇക്കാലത്ത് നമുക്ക് തരും എന്ന് മാത്രം വാഗ്ദാനം ചെയ്ത് നിർത്തുന്നു. നന്ദി.